ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഈ സീസണിലെ തുടർച്ചയായ 5ാം വിജയമെന്ന ഗുജറാത്ത് ടൈറ്റൻസിന്റെ മോഹം വിഫലമാക്കി നിക്കോളാസ് പുറാൻ. ലക്നൌ ഏകന സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 6 വിക്കറ്റിനാണ് ലക്നൌ സൂപ്പർ ജയൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ടൈറ്റൻസ് 6 വിക്കറ്റ് നഷ്ടത്തിൽ 180 എന്ന സ്കോർ എടുത്തു. 181 എന്ന ആ വിജയലക്ഷ്യം 3 പന്തുകൾ ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിലാണ് ലക്നൌ സൂപ്പർ ജയൻസ് ചേസ് ചെയ്തത്. ഇനി നമ്മൾ മത്സരത്തിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വന്ന ടോസ് നേടിയ ലക്നൌ സൂപ്പർ ജയൻസ് നായകൻ ഋഷഭ് പന്ത് ബോളിംഗ് ആണ് തെരഞ്ഞെടുത്തത്. നമ്മൾ പ്രിവ്യൂ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞതിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട ചേഞ്ച് LSGക്ക് ഉണ്ടായിരുന്നു. തന്റെ മകൾക്ക് എന്തോ അസുഖമായതിനാൽ മിച്ചൽ മാർഷ് ഈ മത്സരം കളിച്ചില്ല. നമുക്കറിയാം, ഇക്കഴിഞ്ഞ 5 മത്സരങ്ങളിൽ നിന്ന് 4 50 അടിച്ചിട്ടുള്ള താരമാണ് മിച്ചൽ മാർഷ്. അപ്പോൾ മിച്ചൽ മാർഷിന്റെ ഒരു അഭാവം അവർക്കൊരു തിരിച്ചടിയായിരുന്നു. പകരം ഹിമ്മത് സിംഗിനെയാണ് അവർ ടീമിൽ ഉൾപ്പെടുത്തിയത്. ഇനി ഗുജറാത്ത് ടൈറ്റൻസിന്റെ കാര്യം പറഞ്ഞാൽ ആ നിരയിലുള്ള ഒരു ചേഞ്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. കാരണം ഏകന സ്റ്റേഡിയം കുറച്ചുകൂടി സ്പിന്നെ അനുകൂലിക്കുന്ന ഒരു ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുൽവന്ത് കെജ്രോളിക്ക് പകരം വാഷിംഗ്ടൺ സുന്ദർ ടീമിൽ എത്തുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ ഇന്നത്തെ മത്സരത്തിൽ ടീമിലെത്തി. ഇനി ഗുജറാത്ത് ടൈറ്റൻസിന്റെ ബാറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഫോളോ ചെയ്യുന്ന ഒരു ഓൾഡ് സ്കൂൾ ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, അതുമായിട്ട് സിങ്ക് ആയി പോകുന്ന തരം ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു ഇന്നത്തേത്. ഇപ്പോൾ നമ്മൾ പലവട്ടം പറഞ്ഞതാണ്, ഈ ഒരു ടീമിന്റെ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ടോട്ടൽ റൺസിന്റെ ഒരു 70% പ്ലസ് സ്കോർ ചെയ്യുന്നത് ഈ ഒരു ടോപ്പ് 3 ആണ്: ഗില്ല്, സുദർശൻ, ജോസ് ബട്ട്ലർ. ഇന്നത്തെ മത്സരം അതുപോലെ തന്നെയാണ് തുടങ്ങിയത്. വളരെ മികച്ച രീതിയിൽ തന്നെ ഇവരുടെ ഓപ്പണേഴ്സ്, അതായത് സുദർശനും ഗില്ലും ബാറ്റ് ചെയ്തു. പവർ പ്ലേയിൽ വിക്കറ്റ് നഷ്ടമൊന്നുമില്ലാതെ 54 റൺസാണ് ഇവർ കൂട്ടിച്ചേർത്തത്. ആദ്യത്തെ ഓവർ മുതൽ തന്നെ കൃത്യമായി ബൗണ്ടറികൾ കണ്ടെത്താൻ ഇവർക്ക് സാധിച്ചിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ ഒരു ഇന്നിങ്സ്, ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഇന്നിങ്സിൽ ഒരു ബൗണ്ടറി ഇല്ലാത്തൊരു ഓവർ പിറക്കുന്നത് ദിഗ്വേഷ് രതി എറിഞ്ഞ 9ാമത്തെ ഓവറാണ്. ആ ഓവർ വരെ, അതായത് ആദ്യ 8 ഓവറിലും കൃത്യമായിട്ട് ബൗണ്ടറികൾ കണ്ടെത്താൻ നമ്മുടെ സായി സുദർശനും ശുഭ്മാൻ ഗില്ലിനും കഴിഞ്ഞു. അങ്ങനെ വന്നപ്പോഴേക്ക് ഈ ഒരു ആദ്യത്തെ വിക്കറ്റ് പാർട്ണർഷിപ്പിൽ 120 റൺസാണ് അവർ നേടിയത്. അത് ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ച് വളരെ മികച്ചൊരു തുടക്കമാണ്. കാരണം അവരുടെ ഒരു ടെംപ്ലേറ്റ് അനുസരിച്ച് തന്നെ ഇവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 10-14 ഓവറുകൾ അധികം വിക്കറ്റ് നഷ്ടമില്ലാതെ പോയിട്ട് പിന്നെ ഒരു 5-6 ഓവറുകൾ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ സ്ട്രാറ്റജി. അത് വെച്ച് നോക്കി ഒരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് കുറച്ചുകൂടി ഒരു പ്ലസ് ആണ്. കാരണം ആദ്യത്തെ 12 ഓവറിൽ ആ റൺ റേറ്റ് ഒരു 10 വെച്ചിട്ട് ഒരു 120 റൺ സ്കോർ ചെയ്തു. പിന്നെയാണ് ബട്ട്ലർ വരുന്നത്. സത്യത്തിൽ ഗുജറാത്തിന്റെ ഒരു പ്രശ്നം ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് പാർട്ണർഷിപ്പ് ബ്രേക്ക് ആയതോടുകൂടിയാണ്. പിന്നെ വന്ന ബട്ട്ലർ 14 പന്തിൽ 16 റൺസ് മാത്രമാണ് എടുത്തത്. അതായത് ഈ സായി സുദർശനായാലും ഗില്ലിനായാലും കിട്ടിയ ഒരു ഫ്ലോ, ഇവർ രണ്ടുപേരും 180+ സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്തപ്പോൾ പിന്നീട് ഇങ്ങോട്ട് വന്ന ആർക്കും ആ ഒരു രീതിയിൽ ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെയും ഒരു 150+ സ്ട്രൈക്ക് റേറ്റിൽ പിന്നെ ബാറ്റ് ചെയ്ത് ഷാരൂഖ് ഖാൻ മാത്രമാണ്. അതൊരു വളരെ ഷോർട്ട് ഇന്നിങ്സ് ആണ്. ഏകന സ്റ്റേഡിയം അറിയാലോ, ഒരു 180, 185 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പാർ സ്കോർ ആണ്. അപ്പോൾ 12 ഓവറിൽ 120 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റേറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവർക്ക് 200-ന് മുകളിൽ സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലാണ് അവർ ആ ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തത്. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് LSG ശക്തമായിട്ട് തിരിച്ചു വന്നു. 13ാമത്തെ ഓവറിലെ ആദ്യത്തെ പന്തിൽ ഗില്ലിന്റെ വിക്കറ്റ് പോയെങ്കിൽ 14ാമത്തെ ഓവറിലെ ആദ്യത്തെ പന്തിൽ നമ്മുടെ സായി സുദർശനെ രവി ബിഷ്ണോയി പുറത്താക്കി. അപ്പോൾ അവരുടെ 2 സെറ്റ് ബാറ്റേഴ്സും ഒരു 6 പന്തിന്റെ ഇടവേളയിൽ പുറത്തായി. പിന്നീട് ഇങ്ങോട്ട് ആ ഒരു മൊമെന്റം, അതായത് ഈ നമ്മുടെ സുദർശനും ഗില്ലൂടെ ആ ബിൽഡ് ചെയ്ത ആ ഒരു മൊമെന്റം നിലനിർത്താൻ ഇവർക്ക് കഴിയാതെ പോയി. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 12 ഓവറിൽ 120 റൺസ് എടുത്ത നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസ് പിന്നത്തെ 8 ഓവറിൽ 60 റൺസ് മാത്രമാണ് എടുത്തത്. അപ്പോൾ അവരുടെ ടോട്ടൽ വിക്കറ്റ് നഷ്ടമൊന്നുമില്ലാതെ 120 എന്ന നിലയിൽ നിന്നും 6 വിക്കറ്റിന് 180 വീണു. അതായത് ഒരു എക്സലന്റ് കംബാക്ക് ആണ്. പിന്നീട് സൺറൈസേഴ്സിനെതിരായ മത്സരത്തിൽ ചെയ്ത പോലെ വാഷിംഗ്ടൺ സുന്ദറിനെ 4ാമത് ഇറക്കി. പക്ഷേ വെറും 2 റൺസ് മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ. പിന്നെ റുദർഫോർഡ് വന്നു. റുദർഫോർഡ് ഇടയ്ക്ക് 2-3 4 ഒക്കെ അടിച്ചെങ്കിലും 19 പന്തുകളിൽ നിന്നാണ് 22 റൺസ് എടുത്തത്. പിന്നെ ഞാൻ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഷാരൂഖ് ഖാൻ 6 പന്തിൽ നിന്ന് 11 റൺസ് എടുത്തു. പിന്നീട് രാഹുൽ തവാത്തിയ ഫസ്റ്റ് ബോളിൽ തന്നെ ഔട്ടായി. റഷീദ് ഖാൻ 2 പന്തിൽ നിന്ന് 4 റൺസ്. അങ്ങനെ ഇപ്പോൾ ആദ്യത്തെ 2 പേര് കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങോട്ട് ഉള്ള ബാറ്റേഴ്സിന് ആർക്കും കാര്യമായിട്ടൊരു ഔട്ട്പുട്ട് നൽകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 120-ൽ നിന്ന് 180 അവർ വീണു. ഇപ്പോൾ ബോളിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഷർദുൽ താക്കൂറിനും രവി ബിഷ്ണോയ്ക്ക് 2 വിക്കറ്റ് വീതം കിട്ടി. താക്കൂർ 4 ഓവറിൽ 34 റൺസ് കൊടുത്തു. ബിഷ്ണോയ് 4 ഓവറിൽ 36 റൺസ് കൊടുത്തു. അതുപോലെ ദിഗ്വേഷ് രതി ഈ മത്സരത്തിൽ മികച്ച രീതിയിൽ ബോൾ ചെയ്തു. 4 ഓവറിൽ 30 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ്. അപ്പം ദിഗ്വേഷിന്റെ ഇക്കോണമി റേറ്റ് ആണ് ഇവരുടെ ടീമിലെ ബെസ്റ്റ് ഇക്കോണമി റേറ്റ്. 7.5 എന്നൊരു ഇക്കോണമി റേറ്റിലാണ് നമ്മുടെ ദിഗ്വേഷ് റൺസ് വിട്ടുകൊടുത്തത്. പിന്നെ ആവേശ് ഖാനും തരക്കേടില്ലാതെ തന്നെ 4 ഓവറിൽ 32 റൺസ് വഴങ്ങിയ 1 വിക്കറ്റ്. പിന്നെ മാർക്രത്തിന്റെ 1 ഓവർ മാത്രം കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. 1 ഓവറിൽ 15 റൺസ് കൊടുത്തു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു എക്സലന്റ് കംബാക്ക് ആണ്. ഇപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, T20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊമെന്റം ഗെയിമാണ്. അതായത് നമ്മുടെ സായി സുദർശനും ഗില്ലും കൂടെ ബിൽഡ് ചെയ്തുകൊണ്ടൊന്ന് മൊമെന്റം ബ്രേക്ക് ചെയ്തിട്ട് അത് അവരുടെ സൈഡിലേക്ക് ആക്കാൻ LSGക്ക് കഴിഞ്ഞു. ഇപ്പോൾ 200-ന് മുകളിൽ പോകാവുന്ന ഒരു സ്കോർ 180-ൽ റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് ചേസിങ്ങിന് ഇറങ്ങുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ലഭിക്കും. കാരണം ആ ഒരു എക്സലന്റ് കംബാക്ക് നൽകുന്ന കോൺഫിഡൻസ്, ആ ഒരു മൊമെന്റം വളരെ വലുതാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് LSG ബാറ്റിംഗിന് ഇറങ്ങിയത്. ഇവിടെ മിച്ചൽ മാർഷ് ഇല്ലെന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ മിച്ചൽ മാർഷിന് പകരം ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് വന്നത് ക്യാപ്റ്റൻ കൂടിയ ഋഷഭ് പന്ത് തന്നെയാണ്. ഈ സീസണിൽ 5 മത്സരങ്ങളിൽ 4 എണ്ണത്തിൽ മാത്രമേ പന്ത് ബാറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കറിയാലോ, തീർത്തും ഫോം ഔട്ട് ആണ്. അപ്പോൾ ഓപ്പണറായിട്ട് വന്നു. എന്നാൽ തുടക്കത്തിൽ താളം കണ്ടെത്താൻ ഋഷഭ് പന്ത് വിഷമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലാണെങ്കിൽ മിച്ചൽ മാർഷും തുടക്കം കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരുന്നു.
ആ സമയം മാർക്രം നല്ല പെട്ടെന്ന് സ്കോർ ചെയ്തു. ഈ മത്സരത്തിൽ സംഭവിച്ചത് അത് തന്നെയാണ്. ഇപ്പോൾ ഒരു സൈഡിൽ ഋഷഭ് പന്ത് സ്ട്രഗ്ലിംഗ് ആയിരുന്ന സമയത്ത് നമ്മുടെ മാർക്രം നല്ല രീതിയിൽ സ്കോർ ചെയ്തു. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഫീൽഡർമാരിൽ നിന്ന് സഹായം ഉണ്ടായി. അതായത് മാർക്രത്തിന്റെയും പന്തിന്റെയും 2 ക്യാച്ചുകൾ വീതമാണ് നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസ് വിട്ടുകളഞ്ഞത്. പന്ത് തുടക്കത്തിൽ സ്ട്രഗിൾ ചെയ്ത് പിന്നെ കുറച്ച് ഫോറുകൾ അടിച്ചു, എങ്കിലും 21 റൺസിന് പുറത്തായി. 18 പന്തിൽ 21 റൺസാണ് നമ്മുടെ പന്ത് എടുത്തത്. അത് കഴിഞ്ഞ് നിക്കോളാസ് പുറാൻ വന്നു. ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ തന്നെ മാർക്രം നന്നായിട്ട് അറ്റാക്ക് ചെയ്ത് കളിച്ചു. അത് കഴിഞ്ഞ് മാർക്രത്തിന് കൂട്ടായിട്ട് നിക്കോളാസ് പുറാനോട് വന്നപ്പോഴത്തേന് കളി മാറി. നിക്കോളാസ് പുറാന്റെ കാര്യം നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അതായത് നിക്കോളാസ് പുറാൻ സ്ട്രൈക്ക് ചെയ്യുന്നത് തന്നെ ഒരു 200-250 റേഞ്ചിലാണ് പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ്. ഇതേവരെ കളിച്ചത് 1-2 മത്സരത്തിൽ മാത്രമേ സ്ട്രൈക്ക് റേറ്റ് കുറച്ചൊന്ന് താന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ മത്സരത്തിലും ഹൈലി ഡേഞ്ചറസ് ആയിട്ട് എക്സ്പ്ലോസീവ് ഇന്നിങ്സ് ആണ് നിക്കോളാസ് പുറാൻ കളിക്കുന്നത്. ഇന്നും അത് തന്നെയാണ് സംഭവിച്ചത്. അതായത് മിഡിൽ ഓവേഴ്സിൽ എതിരാളികളെ, അതായത് ഗുജറാത്ത് ടൈറ്റൻസ് നല്ലൊരു ബോളിംഗ് അറ്റാക്ക് ആണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതായത് അവരുടെ ബാറ്റിങ്ങിനേക്കാൾ ബോളിംഗ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന് ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു നല്ല ബോളിംഗ് അറ്റാക്കിനെ, ഹൈ ഓൺ കോൺഫിഡൻസിൽ പോയിക്കൊണ്ടിരുന്ന ബോളിംഗ് അറ്റാക്കിനെ അത്രയ്ക്ക് പിച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ നിക്കോളാസ് പുറാൻ ബാറ്റ് ചെയ്തത്. അതിൽ നിന്ന് ആ ഒരു നിക്കോളാസ് പുറാന്റെ ആ ഒരു വെടിക്കെട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത് പ്രസിദ്ധ് കൃഷ്ണ മാത്രമാണ്. പ്രസിദ്ധ് കൃഷ്ണ നന്നായിട്ട് തന്നെ ബോൾ ചെയ്തു, പക്ഷെ ബാക്കിയുള്ള ബോളേഴ്സ് എല്ലാം അടികൊണ്ടു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ റഷീദ് ഖാൻ ഫോം ഔട്ട് ആയിരുന്നു. ആ ഒരു സമയത്ത് ആ ഒരു ഫോം ഔട്ട് ഇവരെ ബാധിക്കാതിരുന്നതിനുള്ള കാരണം സായി കിഷോറിന്റെ മികച്ച ഫോം ആയിരുന്നു. ഇന്ന് സായി കിഷോറിനെതിരെ അൾട്രാ അഗ്രസീവ് മൂഡിലായിരുന്നു നിക്കോളാസ് പുറാൻ. 10ാം ഓവർ എറിഞ്ഞ സായി കിഷോറിന്റെ ഓവറിൽ 3 സിക്സറുകളാണ് നിക്കോളാസ് പുറാൻ അടിച്ചത്. അത് നിക്കോളാസ് പുറാന്റെ ഒരു പോസിറ്റീവ് മാച്ചപ്പ് ആയിരുന്നു. ഈ ലെഫ്റ്റ് ഹാം ബാറ്റേഴ്സിന്, ലെഫ്റ്റ് ഹാം ഓർത്തഡോക്സ് ബോർഡർ എന്ന് പറയുമ്പോൾ അത് ബാറ്റിംഗിന് ഒരു പോസിറ്റീവ് മാച്ചപ്പ് ആണ്. അതായത് ഈ സ്റ്റൈൽ ഓഫ് ബോളിങ്ങിനെ ലെഫ്റ്റ് ഹാം ബാറ്റേഴ്സിന് അടിക്കാൻ എളുപ്പമാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു പോസിറ്റീവ് മാച്ചപ്പ് അല്പം റിസ്കിയാണ്. കാരണം സായി കിഷോർ നല്ല ഫോമിൽ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന താരമാണ്. പക്ഷെ ആ ഒരു ചലഞ്ച് നിക്കോളാസ് പുറാൻ ഏറ്റെടുക്കുകയും സായി കിഷോറിന്റെ ആദ്യത്തെ ഓവറിൽ തന്നെ 3 സിക്സറുകൾ അടിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഓവറിൽ തന്നെ 24 റൺസ് വന്നപ്പോഴേക്കും ഒറ്റയടിക്ക് 2 കാര്യങ്ങളാണ് നടന്നത്. അപ്പോൾ ഒന്ന്, നമ്മുടെ ആസ്കിംഗ് റേറ്റ് നന്നായിട്ട് താഴെ വന്നു. 2, അവരുടെ ടീമിലെ മികച്ച സ്പിന്നറാണ്, നിലവിൽ ഫോം കൊണ്ട് മികച്ച സ്പിന്നറാണ് സായി കിഷോർ. അങ്ങനെ വന്നപ്പോഴത്തേന് പിന്നെ ഗില്ലിന് സായി കിഷോറിനെ ഉപയോഗിക്കാനും പറ്റിയില്ല. അതായത് പിന്നെ നിക്കോളാസ് പുറാൻ ക്രീസിലുള്ള അത്രയും സമയം സായി കിഷോറിനെ ഉപയോഗിക്കാനുള്ള ധൈര്യം ഗില്ലിന് പിന്നെ ഉണ്ടായില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് നിക്കോളാസ് പുറാന്റെ ഒരു അഗ്രസീവ് ബാറ്റിംഗ് എഫക്ട് ചെയ്തത്. ഇന്നിംഗ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 34 പന്തുകളിൽ നിന്ന് 61 റൺസ്, ഒരു 4ഉം 7 സിക്സും അടക്കം 61 റൺസാണ് നിക്കോളാസ് പുറാൻ നേടിയത്. അതായത് നിക്കോളാസ് പുറാന്റെ ബാറ്റിംഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ ബാറ്റ് സ്പീഡാണ്, നല്ല ബാറ്റ് സ്പീഡാണ് നമ്മുടെ നിക്കോളാസ് പുറാന്റെ ബാറ്റിങ്ങിന്. അപ്പോൾ ആ ഒരു സ്ലോട്ടിലോ, അതായത് പുള്ളിക്ക് ഫുൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് തന്റെ ബാറ്റ് സ്വിങ് ചെയ്യാൻ കിട്ടുന്ന ഒരവസരം പോലും നിക്കോളാസ് പുറാൻ വേസ്റ്റ് ആക്കിയില്ല. അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്തപ്പോഴേക്കും ആസ്കിംഗ് റേറ്റ് താഴെ വന്നു. നമുക്കറിയാം 181 എന്ന സ്കോർ ചേസ് ചെയ്താണ് ഇവർ ഇറങ്ങിയത്. 12ാം ഓവറിലെ ആദ്യത്തെ പന്തിലാണ് എയ്ഡൻ മാർക്രം പുറത്താവുന്നത്. പിന്നീട് ഇവർക്ക് ആകെ ജയിക്കാൻ വേണ്ടത് 57 പന്തിൽ 58 റൺസാണ്. അപ്പോൾ ഈ ഒരു ഓൺസ്ലോട്ട് കഴിഞ്ഞപ്പോഴേക്കും ആസ്കിംഗ് റേറ്റ് അറൗണ്ട് 6-ന് പിന്നീട് അതൊരു സിമ്പിൾ ചേസ് ആയിരിക്കും. അപ്പോൾ പിന്നീട് അങ്ങോട്ട് നിക്കോളാസ് പുറാന്റെ അറ്റാക്കിംഗ് ഇതിൽ തന്നെയാണ് ബാറ്റ് വീശിയത്. എന്നാൽ പ്രസിദ്ധ് കൃഷ്ണ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് നമ്മുടെ നിക്കോളാസ് പുറാനായാലും എയ്ഡൻ മാർക്കത്തിനായാലും കഴിഞ്ഞില്ല. വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് പ്രസിദ്ധ് കൃഷ്ണ എറിഞ്ഞു മാറിയത്. പിന്നീട് ഇങ്ങോട്ട് നോക്കിയാൽ റഷീദ് ഖാന്റെ പന്തിലാണ് നിക്കോളാസ് പുറാൻ പുറത്താവുന്നത്. അപ്പോൾ അതിനുശേഷം ഇവരൊന്ന് കുറച്ച് സ്ട്രഗിൾ ചെയ്തു. അതായത് ഏകദേശം ഒരു 30 പന്തിൽ 30 റൺസ് മതിയായിരുന്നു, അതായത് ഒരു റണ്ണേ ബോൾ മതിയായിരുന്നെങ്കിലും പിന്നീട് ഇങ്ങോട്ട് കുറച്ച് ക്വയറ്റ് ഓവേഴ്സ് ഇവർക്ക് എറിയാൻ കഴിഞ്ഞു. അതായത് വാഷിംഗ്ടൺ സുന്ദർ വന്നിട്ട് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ട് ഒരു ഓവർ എറിഞ്ഞു. അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും ഇവരൊന്ന് ടൈറ്റായി. എന്നാൽ അതൊന്നും റിസൾട്ടിനെ ബാധിച്ചില്ല. കാരണം പിന്നീട് ആയുഷ് ബദോണി അത്യാവശ്യം നല്ല ഷോട്ടുകൾ കളിച്ച് ടീമിനെ വിജയത്തിൽ എത്തിക്കാൻ ഉണ്ടായത്. ഒരുപക്ഷെ നിക്കോളാസ് പുറാൻ നിന്നിരുന്നെങ്കിൽ ഒരു 18ാമത്തെ ഓവറിനുള്ളിൽ തീരേണ്ട ചേസ് ആയിരുന്നു. അതൊരു അവസാന ഓവറുകളിൽ എത്തിക്കാൻ നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസിനായി. ഇനി അവരുടെ ബോളിംഗ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ പ്രസിദ്ധ് കൃഷ്ണയാണ് ഏറ്റവും മികച്ച രീതിയിൽ ബോൾ ചെയ്തത്. 4 ഓവറിൽ 26 റൺസ് കൊടുത്ത് 2 വിക്കറ്റ്. അതുപോലെ വാഷിംഗ്ടൺ സുന്ദറും നമ്മുടെ പുറാൻ ഔട്ടായി കഴിഞ്ഞിട്ട് ഒരു ഓവർ 3 റൺസ് മാത്രം വിട്ടുകൊടുത്തൊക്കെ ബോൾ ചെയ്തു. അങ്ങനെ വന്നപ്പോൾ 4 ഓവറിൽ 28 റൺസ് കൊടുത്ത് 1 വിക്കറ്റ്. റാഷിദ് ഖാന്റെ കാര്യം പറഞ്ഞാൽ 4 ഓവറിൽ 35 റൺസ് കൊടുത്ത് 1 വിക്കറ്റ്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ഇവരുടെ ഏറ്റവും മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന മറ്റൊരു ബോളറായ സിറാജ് ഇന്ന് നല്ല എക്സ്പെൻസീവ് ആയി. സിറാജ് 4 ഓവറിൽ 50 റൺസാണ് വിട്ടുകൊടുത്തത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, തുടക്കത്തിൽ തന്നെ മാർക്കറ്റിന്റെ 2 ക്യാച്ച് കളഞ്ഞു, പന്തിന്റെ 2 ക്യാച്ച് കളഞ്ഞു. അതൊന്നും ഈ ബോളേഴ്സിന് ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ലല്ലോ. അപ്പം വിക്കറ്റ് ക്വാളിറ്റി വരേണ്ടതാണ് പല ബോളേഴ്സും, പക്ഷേ ഇടയ്ക്ക് ഇവർ തുടക്കത്തിൽ കുറച്ച് ക്യാച്ചുകൾ കളഞ്ഞു. പിന്നീട് സായി കിഷോർ 1.3 ഓവറിൽ 35 റൺസാണ് സായി കിഷോർ കൊടുത്തത്. അപ്പോൾ ഇവരുടെ പിക്ക് ഓഫ് ദി ബോളേഴ്സ് എന്ന് എനിക്ക് തോന്നിയത് പ്രസിദ്ധ് കൃഷ്ണ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഓൺസ്ലോട്ട് നടക്കുമ്പോഴും വളരെ മികച്ച രീതിയിലാണ് പ്രസിദ്ധ് കൃഷ്ണ വന്ന് പന്തെറിഞ്ഞു പോയത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു പ്രശംസ അർഹിക്കുന്ന പെർഫോമൻസ് ആണ്. എയ്ഡൻ മാർക്രമാണ് ഈ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച്. എന്നെ സംബന്ധിച്ച് ഈ മത്സരത്തിലെ ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ബാറ്റിംഗിന്റെ സമയത്ത് ആ 12ാം ഓവറിന് ശേഷം LSG നടത്തിയ ആ ഒരു കംബാക്കും പിന്നീട് മിഡിൽ ഓവേഴ്സിൽ നിക്കോളാസ് പുറാന്റെ ആ ഒരു ബിഗ് ഹിറ്റിങ്ങുമാണ്. കാരണം അത്രയും സ്ട്രൈക്ക് റേറ്റിൽ ആ ഒരു മിഡിൽ ഓവേഴ്സ് LSG കൺട്രോൾ ചെയ്തതാണ് അവസാനം വിക്കറ്റ് പോയിട്ടും കുറേയേറെ ഡോട്ട് ബോൾസ് വന്നിട്ടും ഇവർ ജയിക്കാൻ കാരണം. ഈ മത്സരത്തെ പറ്റി എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.